അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഫ്രെയിംസ് ഓഫ് റെഫറൻസ് യൂണിറ്റ് 1 തുടങ്ങി. അപ്പോൾ അതിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്, അങ്ങനെയുള്ള ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് ഇത്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ, രണ്ട് ഫ്രെയിം എസ് ആൻഡ് എസ് ഡാഷ്. അതിൽ എസ് ഫ്രെയിം അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആൻഡ് ടൈം ടി. എസ് ഡാഷ് ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ക്യാപിറ്റൽ വി അലോങ് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. പി എന്നുള്ള പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്. വിത്ത് റെസ്പെക്ട് ടു എസ് ഫ്രെയിം എസ് ആർ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ എസ് ഡാഷ് ഫ്രെയിം ഇറ്റ് ഈസ് ആർ ഡാഷ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് ടി ആണ്. സെഡ് ഡാഷ് എസ് ഡാഷ് ഫ്രെയിമിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആൻഡ് ടി ആയിരുന്നു എസ് ഫ്രെയിമിൽ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇനി ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഒ പി ഇസ് ഈക്വൽ ടു ഒ ഡാഷ്, ഒ പി ഇസ് ഈക്വൽ ടു ഒ ഡാഷ് പ്ലസ് ഒ ഡാഷ് പി, ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ, അതും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു വി ടി പ്ലസ് ആർ ഡാഷ് ആൻഡ് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് വി ടി. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. therefore the transformation of space coordinates എക്സ് വൈ സെഡ്, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ്. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ഇവിടെ ആറിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഡാഷ് കിട്ടും. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. എക്സ് ആക്സിസിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. വൈ ആക്സിസിനും സെഡ് ആക്സിസിനും വ്യത്യാസമില്ല. അതുകൊണ്ട് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ ആൻഡ് സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ്. ഇക്വേഷൻ നമ്പർ 2. ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിനെയാണ് ഇക്വേഷൻ 2, ഇതിൻ്റെ കൂടെ ടൈമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. If the inertial frame is moving with velocity v along the negative x direction, ഇപ്പോൾ നമ്മളിത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണതെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് ഇപ്പുറത്തേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വി ടി ആവും. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വി ടി, വൈ ഡാഷ് ഈക്വൽ ടു വൈ, സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ് ആൻഡ് ടി ഡാഷ് ഈക്വൽ ടു ടി. ഈ ഇക്വേഷൻസിനെയാണ് ഇൻവേഴ്സ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇക്വേഷൻ 2, അതായത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ ഡാഷ് ഈക്വൽ ടു വൈ, സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ് ആൻഡ് ടി ഡാഷ് ഈക്വൽ ടു ടി. ആ ഇക്വേഷൻസിനെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. അത് കിട്ടിയത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വി ടി, വൈ ഡാഷ് ഈക്വൽ ടു വൈ, സെഡ് ഡാഷ് ഈക്വൽ ടു സെഡ് ആൻഡ് ടി ഡാഷ് ഈക്വൽ ടു ടി are called inverse Galilean transformation equations. Okay. Then transformation of length. ഇത് ഷോർട്ട് ആൻസർ ചോദിക്കാറുണ്ട്. ലെങ്ത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റെസ്പെക്ട് ടു ടു ഇനേർഷ്യൽ ഫ്രെയിംസ് എങ്ങനെയാണ്? കൺസിഡർ എ റോഡ് ഓഫ് ലെങ്ത് എൽ ഇൻ ദ ഇനേർഷ്യൽ ഫ്രെയിം എസ്. അതിൻ്റെ രണ്ട് കോർഡിനേറ്റ്സ് എക്സ് വണ്ണും എക്സ് ടു. നമുക്കറിയാം എൽ ഇസ് ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ. സിംഗിൾ ഡയമെൻഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് എസ് ഡാഷ് ഫ്രെയിമിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൺ ഡാഷ് ആൻഡ് എക്സ് ടു ഡാഷ് അസ്യൂം ചെയ്യുന്നു. ദെൻ എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ടു ഡാഷ് മൈനസ് എക്സ് വൺ ഡാഷ്. ഇതാണ് എസ് ഡാഷ് ഫ്രെയിമിൽ അതിൻ്റെ ലെങ്ത്. നമുക്കറിയാം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എൽ ഡാഷ് ഇസ് ഈക്വൽ ടു x1 dash is equal to x1 minus vt വരും ആൻഡ് x2 dash is equal to x2 minus vt. ഈ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? അപ്പോൾ എൽ ഡാഷ് ഇസ് ഈക്വൽ ടു എന്നുള്ളിടത്ത് x2 dash മൈനസ് x1 dash, x2 മൈനസ് vt മൈനസ് x1 മൈനസ് vt. vt ക്യാൻസലായി പോവും. അപ്പോൾ x2 dash മൈനസ് x1 dash is equal to x2 minus x1 കിട്ടും. That is L dash is equal to L. x2 minus x1 equal to x2 dash minus x1 dash. The length or distance between 2 points is invariant under Galilean transformation.
ഓക്കെ, അടുത്ത ട്രാൻസ്ഫോർമേഷൻ ഓഫ് വെലോസിറ്റി. ഇതേപോലെ തന്നെ വിയും വി ഡാഷും രണ്ട് ഫ്രെയിമിലെ വെലോസിറ്റികൾ. വി എന്നറിയാം നമുക്ക് dr/dt, വി ഡാഷ് ഈസ് ഈക്വൽ ടു dr'/dt. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. r ഡാഷ് ഈസ് ഈക്വൽ ടു r മൈനസ് വി ടി അല്ലേ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടില്ലേ. അതായത് ഡിഫറൻഷിയേറ്റിംഗ് വിൽ ഗെറ്റ് dr'/dt ഈസ് ഈക്വൽ ടു dr/dt മൈനസ് വി. dr'/dt എന്ന് പറഞ്ഞാൽ വി ഡാഷ്. വി ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് ക്യാപിറ്റൽ വി. ക്യാപിറ്റൽ വി ഈസ് ദ വെലോസിറ്റി with which the frame S dash is moving along the positive x-axis. This equation shows that v dash v equal ആണോ? അല്ല. Velocity is not invariant under Galilean transformations. Not invariant. അത് വേണമെങ്കിൽ എങ്ങനെ പറയാം? Velocity is varying under Galilean transformations. അപ്പോൾ വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് വി. ഇവിടെ കിട്ടിയ റിലേഷൻ തന്നെയാണ്. അപ്പോൾ എസ് ഫ്രെയിമിൽ നിന്ന് എസ് ഡാഷ് ഫ്രെയിമിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനാണ് വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് വി. ആദ്യം ലെങ്ത് കിട്ടി, വെലോസിറ്റി കിട്ടി, അടുത്തത് നമുക്ക് എന്ത് കിട്ടാം? ആക്സിലറേഷൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, പ്രൂവ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് ഇൻവാരിയൻ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. Let a and a dash be the acceleration of the particle in the frame S and S dash respectively. We have v dash is equal to v minus v നേരത്തെ കിട്ടിയത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വി ടി. അപ്പോൾ എന്ത് കിട്ടും? dv dash by dt is equal to dv by dt മൈനസ് യൂണിഫോം വെലോസിറ്റി ആണ് v കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0. അതായത് a dash is equal to a. Acceleration is invariant under Galilean transformation. ഇനി നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്യാം. ആ പ്രോബ്ലത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ട്രെയിൻ മൂവിങ് അറ്റ് 108 km/h passes a railway station at t is equal to 0. After 15 seconds, a man in the railway station see a bird flying along the track half kilometer away in the same direction of the train. What are the coordinates of the bird with respect to a man in the railway station and a passenger in the train? റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ആളുടെ ഫ്രെയിം ആയിരിക്കില്ല ട്രെയിനിലുള്ള പാസഞ്ചറിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ബേർഡ് വിത്ത് റെസ്പെക്ട് ടു മാൻ. അതിനാണ് നമ്മൾ എസ് ഫ്രെയിം എന്ന് എടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ എസ് ഫ്രെയിമിൽ XYZ T. XYZ T എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ഹാഫ് കിലോമീറ്റർ അല്ലേ, അതാണ് 500. വൈയും സെഡും 0, ടൈം തന്നിട്ടുള്ളത് 15 സെക്കൻഡ്. XYZ is equal to 500, 0, 0, 15 seconds. To find the position coordinates of the bird with respect to passenger in the train, we can use Galilean transformation. അതായത് x dash is equal to x minus vt കൊടുക്കുക. ഇവിടെ v എന്ന് പറയുന്നത് വെലോസിറ്റി തന്നിരിക്കുന്നത് 108 km/h ആണ്. അതിന് നമ്മൾ m/s ആക്കി മാറ്റണം. m/s ആക്കാൻ എത്ര കിലോമീറ്റർ? 10⁻³ കിലോമീറ്റർ ആണ് ഒരു മീറ്റർ. അതേപോലെ തന്നെ അവറിന് കൺവേർട്ട് ചെയ്യണം. 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്? 60 × 60 സെക്കൻഡ്. ആ കൺവേർഷൻ കഴിയുമ്പോൾ വെലോസിറ്റി m/s കിട്ടും നമുക്ക്. അപ്പോൾ x dash is equal to x minus vt is equal to 500 minus 108 ആണ് 30 ആയത്. x minus vt, v into t 15 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 50 meter. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ബേർഡ് വിത്ത് റെസ്പെക്ട് ടു പാസഞ്ചർ ഇൻ ദ ട്രെയിൻ. എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് ടി ആണ് കാണേണ്ടത് അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു 50, 0, 0, 15. മറ്റൊടുത്ത് എത്രയായിരുന്നു? 500, 0, 0, 15. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. എ ഷിപ്പ് ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് 20 m/s relative to earth. Let a toy car be moving at a speed of 3 m/s relative to ship in the direction of motion of the ship. Find the speed of the toy car with respect to earth. Galilean transformation v dash is equal to v minus v. V dash is the velocity of the body with respect to the moving frame and v is the velocity with respect to inertial frame. Capital V എന്ന് പറയുമ്പോൾ മൂവിങ് ഫ്രെയിമിൻ്റെ, അതായത് എസ് ഡാഷ് ഫ്രെയിമിൻ്റെ വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി.
രണ്ട് ഫ്രെയിമും രണ്ട് എസ് ഫ്രെയിം എസ് ഡാഷ് ഫ്രെയിം ഏതാ? ഒന്ന് എർത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, എസ് ഡാഷ് ഫ്രെയിം ഷിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. വെലോസിറ്റി ഓഫ് ദ ടോയ് കാർ വിത്ത് റെസ്പെക്ട് ടു ഷിപ്പ്, അതാണ് മൂവിങ് ഫ്രെയിം. എസ് ഡാഷ് ഫ്രെയിമിൽ വി ഡാഷ് ഇസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. വെലോസിറ്റി ഓഫ് ദ ടോയ് കാർ വിത്ത് റെസ്പെക്ട് ടു എർത്ത്, അതാണ് നമ്മൾ വി എന്ന് എടുക്കുന്നത്. യൂണിഫോം വെലോസിറ്റി ഓഫ് ദ ഷിപ്പ് ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് ക്യാപിറ്റൽ വി. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഓക്കെ. That is 3 equal to v minus 20. Therefore, v is equal to 20 plus 3 equal to 23 meter per second. Thank you.